സംസ്ഥാനത്ത് വേനൽക്കാല നീന്തൽ പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ചു. നീന്തലാണ് ലഹരി എന്ന പേരിൽ സംഘടിപ്പിച്ച നീന്തൽ പ്രദർശനവും ഫസ്റ്റ് എയ്ഡ് ക്യാമ്പും പിറവം നഗരസഭ വൈസ് ചെയർമാൻ KP സലിം ഉദ്ഘാടനം ചെയ്തു. 5 വയസ്സു മുതലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് നീന്തൽ താരം ജെയിംസ് ഓണശ്ശേരിയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്നത്. പിറവം ടൗൺ അക്വാട്ടിക് ക്ലബിന്റെയും പിറവം റിവർ വാലി റോട്ടറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് നീന്തലാണ് ലഹരി എന്ന പേരിൽ നീന്തൽ പ്രദർശനവും ഫസ്റ്റ് എയ്ഡ് ക്യാമ്പും സംഘടിപ്പിച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ KP സലീം ഉദ്ഘാടനം നിർവഹിച്ചു. വെക്കേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾ വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് തോന്നുന്ന ചില തോന്നാത്ത ബുദ്ധികളാണ് ഇതിലേക്ക് കടക്കുന്നത്. നീന്തലായിട്ടും കലാകായികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ലൈബ്രറി കയറിയിറങ്ങി പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നതെല്ലാം ഒരു സമയത്ത് പ്രധാനപ്പെട്ട ഒരു ലഹരി വിനോദങ്ങളായിരുന്നു. അത് മാറിയ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. അപ്പോൾ കുട്ടികൾ ആകമാനം എപ്പോഴും എൻഗേജ് ആയിരിക്കുക. എൻഗേജ്മെന്റ് ഇല്ലാതെ വരുമ്പോഴാണ് മറ്റ് തെറ്റായ ചിന്തകളിലേക്ക് അവരെ തലച്ചോറ് വ്യാപിക്കുന്നത്. അപ്പോൾ അതിന് പരിഹരിക്കാൻ ഉതകും ഒന്നതാണ്. മറ്റൊന്ന് നമുക്കറിയാം, ഈ വെക്കേഷൻ സന്ദർഭത്തിലാണ് കുട്ടികൾ വേണ്ടത്ര അവർക്ക് വെള്ളത്തിൽ പരിചയമില്ലാത്തതിൻ്റെ ഫലമായി അവരുടെ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോൾ അവിടെയെല്ലാം അവർ വെള്ളത്തിലിറങ്ങുകയും ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നീന്തൽ വശമില്ലാത്തതുകൊണ്ട് അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. അത് കൂടെ നിൽക്കുന്നവർക്കും അവരെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അവരും അതിൻ്റെ അകത്ത് പെട്ടുപോകും. ഇതിൻ്റെ ഒരു കാരണം നമ്മുടെ വെള്ളത്തിലുള്ള പരിചയക്കുറവാണ്. ഫയർ സ്റ്റേഷൻ ഓഫീസർ AK പ്രഫുൽ നീന്തൽ പ്രദർശനം ഫ്ലാഗ് ഓഫ് ചെയ്തു. സലിം സാർ പറഞ്ഞ പോലെ തന്നെ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വിപത്തുകൾക്കെതിരെയുള്ള ഒരു പ്രചരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒന്ന് നമ്മളുടെ ജലാശയ അപകടങ്ങളാണ്. നിങ്ങൾക്കറിയാവുന്ന അറിഞ്ഞൂടാ, കേരളത്തിൽ മരിക്കുന്നവരിൽ നമ്മളുടെ രോഗബാധ മൂലം മരിക്കുന്നവരല്ലാതെ അപകടങ്ങളിൽ മരിക്കുന്നവരിലെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്തുള്ളത് ജലാശയങ്ങളിൽപ്പെട്ടുള്ള മരണമാണ്. അതിൻ്റെ പ്രധാന കാരണം നീന്തൽ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. നീന്തൽ അറിഞ്ഞുകൂടാത്തതിന് പ്രധാന കാരണം വേണമെങ്കിൽ പറയാവുന്നത് നല്ല ജലാശയങ്ങളില്ലാത്തതാണ്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നല്ല വൃത്തിയുള്ള ഒരു പുഴ നമ്മളുടെ നാട്ടിലുണ്ട്. ആ പുഴയിൽ നീന്തൽ പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു സംഘം തന്നെ ഇവിടെയുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾക്ക് വന്നു പെടാൻ പറ്റിയതിൽ വളരെയധികം നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഏലിയാമ്മ ഫിലിപ്പ്, മുൻ കൗൺസിലർ സോജൻ ജോർജ്, ടൗൺ അക്വാട്ടിക് പരിശീലകൻ ജെയിംസ് ഓണശ്ശേരിൽ, കോച്ച് ആഷിർ ചെള്ളൂപ്പാടം, റോട്ടറി നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ AC പീറ്റർ, റോട്ടറി പ്രസിഡന്റ് എൽദോസ് ടീപ്പോൾ, ഷാജു മണ്ടോത്തിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പുഴയിലെ ഒഴുക്കിനെതിരെയും സ്വിമ്മിംഗ് പൂളിലും നീന്തൽ താരം ജെയിംസ് ഓണശ്ശേരിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. നീന്തലിനു പുറമെ ജലശയനം, കയാക്കിംഗ് എന്നിവയ്ക്കും പരിശീലനം നൽകുന്നുണ്ട്. 5 വയസ്സ് മുതലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളോടും കൂടിയാണ് ഇവിടെ പരിശീലനം നൽകുന്നത്. പെൺകുട്ടികൾക്ക് ലേഡീസ് കോച്ച് ഉണ്ടായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.